Hello everyone, welcome back to Edu Teacher Kerala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടേം എക്സാമിനേഷൻ്റെ ക്രിസ്മസ് എക്സാമിനേഷൻ്റെ സ്റ്റാൻഡേർഡ് 8ലെ ബേസിക് സയൻസിലെ കെമിസ്ട്രി പാർട്ടും ബയോളജി പാർട്ടുമാണ് കേട്ടോ. ഫിസിക്സ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച്? കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് തിരിച്ച് പഴയ പോലെ ആക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതിൽ ഏതാ വരുന്നത്? റസ്റ്റിംഗ് ഓഫ് അയൺ അല്ലേ? ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. അത് മാത്രമാണ് എന്ത് ഈ ഒരു കെമിക്കൽ ചേഞ്ച് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് കംപ്ലീറ്റ്. സോൾട്ട് സൊല്യൂഷനിലെ സോൾട്ടും വാട്ടറും, സോഡ വാട്ടറിൽ സൊല്യൂട്ട് ചെയ്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് സൗണ്ട് വെൻ ടാപ്ഡ് വിത്ത് എ ഹാർഡ് മെറ്റീരിയൽ ഈസ് നോൺ ആസ്. അതായത് മെറ്റൽസിന്റെ ഒരു എബിലിറ്റി ആണ് അല്ലേ? നമ്മൾ തട്ടി കഴിഞ്ഞാൽ അത് സൗണ്ട് ഉണ്ടാവും. അതിന്റെ പേരാണ് സോണോറിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഫ്രം എ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സാൻഡ്? ഏതാണ് വരുന്നത്? സബ്ലിമേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഇലക്ട്രോളിസിസ്? ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസ് അണ്ടർഗോ ഡീകമ്പോസിഷൻ ബൈ ദി അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സൊല്യൂഷൻ ഷുഡ് ബി ടേക്കൺ ഫോർ ദി ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് കോപ്പർ ഓൺ അയൺ ബാങ്കിൾ? ഏതാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഇലക്ട്രോപ്ലേറ്റിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അടുത്ത വാട്ട് ഡു യു മീൻ ബൈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? Saturated solution എന്ന് പറഞ്ഞാൽ the amount of substance dissolving the maximum amount at a given temperature. Okay, the amount of a substance അല്ലെങ്കിൽ amount of solute dissolving the maximum amount of amount at a given temperature. ഒരു given temperatureൽ എത്രത്തോളം സബ്സ്റ്റൻസ് ഒരു സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നോ അതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അലുമിനിയം മെറ്റൽ ഇസ് കോമൺലി യൂസ്ഡ് ഫോർ മേക്കിംഗ് കുക്കിംഗ് വെസൽസ്. വിച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അലുമിനിയം ഇസ് യൂട്ടിലൈസ്ഡ് ഹിയർ? ഏതാണ്? തെർമൽ കണ്ടക്ടിവിറ്റി, അതുപോലെ തന്നെ മാലിയബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി നെയിംസ് ഓഫ് സം metals are given below in the box. ഇതിൽ metal with high malleability and used for making gold ornaments ഏതാണ്? ഗോൾഡ് ആണ് അല്ലേ? അടുത്ത ഫിലമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. മെറ്റൽ which is hard and corrodes easily, iron. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ്. പൊളോണിയം ഏത് പൊളോണിയം കൺട്രിയുടെ ഇതാണ് കേട്ടോ. പോളണ്ടിന്റെ ഇതെന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ആ നെയിമിംഗ് വന്നിട്ടുള്ളത്. സോഡിയം ലാറ്റിൻ നെയിമാണ്. കുപ്രം ഇറ്റ് ഇസ് ക്യൂരിയം ഇറ്റ് ഇസ് എ സയന്റിസ്റ്റ്, നെയിം ഓഫ് എ സയന്റിസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Add 5 ml of dilute hydrochloric acid to a piece of magnesium taken in a test tube, which is a gas liberated in this reaction. ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. വാട്ട് ഡു യു ഫീൽ? വൈ? അത് ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഹീറ്റ് ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ട് ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻടു ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. ട്രൂ സൊല്യൂഷൻ വന്നിട്ട് ഷുഗർ, അതുപോലെ അറ്റ്മോസ്ഫറിക് എയർ ആണ്. കൊളോയിഡ് മിൽക്ക്, ഫോഗ്, ഇങ്ക്. സസ്പെൻഷൻ മഡി വാട്ടർ ആണ് കേട്ടോ. അടുത്തത് നമുക്ക് ബയോളജി പാർട്ട് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. എന്താണ്? അസോളയാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? അതേഴ്സ് ആർ ബാക്ടീരിയാസ്. ഓക്കെ, അതേഴ്സ് ആർ ബാക്ടീരിയാസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ വേർഡ് റിലേഷൻ. എപ്പിത്തീലിയൽ ടിഷ്യൂ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. നെർവസ് ടിഷ്യൂ കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. സം സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആർ ഗിവൺ. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇതിലേതാണ്? 1ഉം 2ഉമാണ് കേട്ടോ. അടുത്തത് ഐഡന്റിഫൈ ദ പിക്ചർ. ഇത് ഏത് പിക്ചർ ഓഫ് പ്ലാന്റ് ടിഷ്യൂ ആൻഡ് ചൂസ് ഇറ്റ്സ് പെക്യൂലിയാരിറ്റീസ്. ഇതെന്താണ്? പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ്. പിന്നെന്താ? കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വാൾ. അടുത്ത നോക്കാം. ഇൻ ആൻ അഗ്രികൾച്ചറൽ സെമിനാർ, അഗ്രികൾച്ചർ ഓഫീസർ സ്റ്റേറ്റഡ് sustainable farming is an eco-friendly farming. Write to benefits of the sustainable farming to support this statement. Use of fertilizers is reduced. Biodiversity is conserved. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ഓഫ് വൈറസ്. ഹൗ ആർ ദീസ് സെൽസ് സ്ട്രക്ചറലി ഡിഫറെന്റ് ഫ്രം അതർ സെൽസ്? മറ്റുള്ള സെൽസ് നിന്ന് എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്? ഇതിലൊരു നോട്ട് വെൽ ഡിഫൈൻഡ് അല്ലേ? അതിലത്തെ സ്ട്രക്ചേഴ്സ് ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഓൺലി ദ ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് ദ പ്രോട്ടീൻ കോട്ട് ഇസ് പ്രസന്റ്. അടുത്ത നോക്കാം. ആർ ദീസ് ഇൻക്ലൂഡഡ് ഇൻ ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? വൈ? അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? നോ, ബിക്കോസ് ഇറ്റ് ക്യാൻ ലിവ് ഓൺലി ഇൻസൈഡ് എ ലിവിങ് സെൽ. അതിന് തന്നെ ജീവിക്കാൻ പറ്റില്ല. അതിനൊരു ലിവിങ് സെല്ലിന്റെ ഉള്ളിൽ മാത്രമാണ് ജീവിക്കാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൈൽസ്റ്റോൺസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ആർ ഗിവൺ. സയന്റിസ്റ്റിന്റെ പേര് ചരകൻ. ചരകന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഫാദർ ഓഫ് ആയുർവേദയാണ്. റോട്ട് ചരക സംഹിത. അടുത്തത് ആരാ? ജോൺ ഡ്രേ ആണ്. യൂസ് ദ സ്പീഷീസ് ഫോർ ദ ഫസ്റ്റ് ടൈം. തിയോഫ്രൈസ്റ്റസിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഫാദർ ഓഫ് ബോട്ടണി ആണ്. അരിസ്റ്റോട്ടിൽ പ്രപ്പോസ്ഡ് അരിസ്റ്റോട്ടിൽ അല്ല, കാൾ ലിനസ് ആണ് കേട്ടോ. പ്രപ്പോസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അടുത്തത് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നെയിം ദ സെൽ ഓർഗനൽ. എന്താണ്? റൈബോസോം ആണ് കേട്ടോ. റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻ ഇൻ ദ സെൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് പെയേഴ്സ്. ഏതൊക്കെയാണ്? സെറികൾച്ചർ സിൽക്ക് വേം ആണ്. ഫിസിക്കൾച്ചർ ഫിഷ് ആണ്. പോൾട്രി ഫാമിംഗ് ക്വില്ലാണ്. അടുത്ത നോക്കാം. ഫാക്ട്സ് അബൌട്ട് ദി മോഡേൺ ടെക്നിക്സ് ഇൻ അഗ്രികൾച്ചർ ഇസ് ഗിവൺ ബിലോ. ഇതില് പോളിഹൗസ് ഫാമിങ്ങും പ്രസിഷൻ ഫാമിങ്ങും ആണ്. എയും ഡിയും ആണ് പോളിഹൗസിൽ വരുന്നത്. ബിയും സിയും ആണ് പ്രസിഷൻ ഫാമിൽ വരുന്നത് കേട്ടോ. അടുത്ത ദ ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് 2 ഓർഗാനിസംസ് ആർ ഗിവൺ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഏതൊക്കെയാണ്? ഫാമിലി കാർണിവോറയിൽ വരുന്നത് ഫെലിഡേ ആണ്. സ്പീഷീസ് വരുന്നത് ഡൊമസ്റ്റിക്കസ് ആണ്. അടുത്തതിൽ വന്നിട്ടുള്ളത് കിങ്ഡം ആനിമാലിയ, ക്ലാസ് മമേലിയ. ഓർഡർ പ്രൈമേറ്റ്സ്. ഫാമിലി ജീനസ് ഏതാണ്? ഹോമോസാപ്പിയൻസിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഡിവൈഡിംഗ് കിങ്ഡം മൊണീറ ഇൻടു ആർക്കിയ ആൻഡ് ബാക്ടീരിയ? ആർക്കിയ ബാക്ടീരിയ ഓഫ് കിങ്ഡം മൊണീറ ആർ ഡിഫറെന്റ് ഫ്രം അതർ ബാക്ടീരിയ. They are different in cell structure and cell function.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കിങ്ഡം കം അണ്ടർ ഡൊമൈൻ യൂക്കാരിയ? Protista, fungi, plantae and animalia. അടുത്തത് നോക്കാം, what is meant by microbial fertilizers? Microbial fertilizers are substances that contain microorganisms which helps to increase the fertility of soil. അടുത്ത question, how does microbial fertilizers lead for a better yield? Microorganisms break down organic matter which helps to increase the levels of essential components of the soil. അടുത്ത question, write to things to be taken care while using microbial fertilizers. Provides proper irrigation, avoid using chemical fertilizers and pesticides. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി മാത്സ് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.